ഗൗരവം ജീവിതത്തിന് കൊടുക്കേണ്ട കാര്യമില്ല. ജീവിതം ഒരു ലീല പോലെയാണ്, ജീവിതം ഒരു നൃത്തമാണ്, അത് ആടാനുള്ളതാണ്. ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് താണ്ഡവ നടരാജനെ നമുക്കിങ്ങനെ ഒരു ബിംബം കണക്കം മുന്നിലേക്ക് വെച്ചത്. ചുമ്മാ നിൽക്കുകയല്ല, നിൽപ്പ് പോലും നടനമാണ്. അതുകൊണ്ടാണ് നടരാജനായത്. ആ നടനം, ആ നൃത്തം നിങ്ങളും എടുക്കണം, ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങണം എന്ന് പറയാനാ. ജീവിതം, ഈ കുഞ്ഞു ജീവിതം, എൻ്റെ ജീവിതം ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് പരിതപിച്ച് ഒന്നും ചെയ്യാതെ അലസമായിരിക്കാനുള്ളതല്ല. നമ്മൾ എവിടെ നിന്നാണോ ഇങ്ങോട്ടേക്ക് വന്നത് അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള, ഗുരുവിൽ നിന്ന് വന്നുവെങ്കിൽ ഗുരുവിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിനുള്ള പ്രയാണമായിരിക്കണം ജീവിതത്തിൽ നടത്തേണ്ടത്. അതുകൊണ്ടാണ് നമ്മളാകുന്ന ജീവാത്മാവിനോട് പറയുന്നത്, പുനം തേടു പാമ്പേ. എന്താണ്? നീ നിന്റെ വാസസ്ഥാനം, പുനം എന്ന് പറഞ്ഞാൽ പൊത്ത് എന്നാണ് അർത്ഥം. നിന്റെ വാസസ്ഥാനത്തേക്ക് മടങ്ങുക. നമ്മളുടെ വാസസ്ഥാനം ഗുരുവിൻ്റെ ധാമമാണ്, ഈശ്വരൻ്റെ ധാമമാണ്. ഈശ്വരൻ, ഗുരു ഇരിക്കുന്ന ഇടമാണ് നമ്മളുടെ പുനം. ആ ഗുരു ഇരിക്കുന്ന പുനത്തിലേക്ക്, ആ ഗുരുവാകുന്ന പൊത്തിലേക്ക് നീ മടങ്ങണം. അത് കണ്ട് നീ ആടണം. എങ്ങനെ ആടണം? അരുളാനന്ദ കൂത്തുകണ്ടാടു പാമ്പേ. വിഷണ്ണമായിരിക്കുന്ന നീ എന്നെ ഒന്ന് നോക്കിയേ. എത്ര ആനന്ദത്തോടു കൂടിയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്, ഈ ശിവഗിരിക്കുന്നിലിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ഞാൻ എത്ര സന്തോഷവാനാണ്. ഈശ്വരൻ്റെ ആനന്ദം അളവറ്റതാണ്. ഈശ്വരാനന്ദം എന്ന് പറയുന്നത് എത്ര കണ്ട് പരിമിതികൾ കൊണ്ട് വിശേഷിപ്പിക്കാവുന്നതല്ല. അതുകൊണ്ട് പറയാണ്, അരുളിൻ്റെ ആനന്ദക്കൂത്ത് കാണണം. നമുക്ക് എങ്ങനെ വേണമെങ്കിലൊക്കെ ജീവിതത്തിൽ ആടാം, ആരും ചോദിക്കാൻ വരില്ല അല്ലേ? ചോദിക്കാനൊക്കെ വരും. ഇപ്പം നമ്മൾ ടി വിയിലൊക്കെ കാണുന്നതാ അല്ലേ? ഓരോരുത്തരെ ആടുമ്പോൾ പോലീസുകാർ വന്ന് ചോദിക്കുന്നത് എവിടെ നിന്നാണ് ആടാൻ കിട്ടിയത് എന്ന് ചോദിക്കും അല്ലേ? അപ്പോൾ ആ ആട്ടം കണ്ട് ആടരുത് എന്നാണ്. ഏതൊരാട്ടം കണ്ടാണ് ആടേണ്ടത്? അരുളാനന്ദക്കൂത്ത്, ഈശ്വരൻ്റെ നൃത്തം കണ്ടിട്ട് നീയും ആടുക. ഗുരുവിനെ കൺപാർത്തുകൊണ്ട് നീയും ജീവിക്കുക. അത്രേ അർത്ഥമുള്ളൂ. ഗുരുവിൻ്റെ നൃത്തത്തിൽ പങ്കുചേരുക, ഈശ്വരൻ്റെ നൃത്തത്തിൽ പങ്കുചേരണം എന്ന് പറയാണ്. അതെങ്ങനെ ചേരണം? തിങ്കളും കൊന്നയും ചൂടുമീശൻ പദ പങ്കജം ചേർന്നു നിന്നാടു പാമ്പേ. തിങ്കളും കൊന്നയും ചൂടിയിരിക്കുന്ന ഈശ്വരൻ്റെ പദപങ്കജം ചേർന്ന് നിന്നാടു പാമ്പേ. പദപങ്കജം, കാലാകുന്ന താമരപ്പൂ അല്ലെ? ഗുരുക്കന്മാരുടെ കാലുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് അല്ലെ? തൃപ്പാദങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത് എന്താ? ആ പാദം ധർമ്മത്തിൻ്റെ പാദമാണ്. ആ പാദം സത്യത്തിൻ്റെ പാദമാണ്. ആ പാദം നടക്കുന്നത് മോക്ഷത്തിലേക്കാണ്. അതുകൊണ്ടാണ് തൃപ്പാദങ്ങൾ ജയിക്കട്ടെ എന്ന് നമ്മൾ പറയുന്നത്. ആ പാദങ്ങൾ അധർമ്മത്തിലൂടെ ഒരിക്കലും സഞ്ചരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പദപങ്കജമാണ് ഈശ്വരൻ്റെ. ആ പദപങ്കജത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതലീലയെ ആടിത്തീർക്കണം. വെറുതെ ആടരുത്. വെറുതെ ആടിക്കഴിഞ്ഞാൽ അതൊരു നിരർത്ഥകമായ ആട്ടമായിപ്പോവും. നിങ്ങൾ ആനന്ദിക്കണം. എന്തിൽ ആനന്ദിക്കണം? ബുദ്ധൻ്റെ തിരുവചനങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ബുദ്ധൻ ആനന്ദിക്കുവിൻ, സുവിശേഷ വൃത്താന്തങ്ങളിൽ ആനന്ദിക്കുവിൻ എന്നാണ്. സുവിശേഷങ്ങളിൽ ആനന്ദിക്കണം. എന്താണ് ഈ സുവിശേഷം? നമ്മളൊക്കെ പറയുന്നത് വിശേഷങ്ങളാ. ആ വിശേഷം എപ്പോഴാണ് സുവിശേഷമാകുന്നത്? അത് നല്ല രീതിയിൽ നമ്മളെ ഉണർത്തുന്ന, നമ്മളെ ഉയർത്തുന്ന ഉദാത്തതയുടെ, സാത്വികതയുടെ, ജീവിത മൂല്യങ്ങളുടെ, ആധ്യാത്മികതയുടെ, സർവവിദ്യാപ്രതിഷ്ഠയുടെയൊക്കെ ഉണർത്തുപാട്ടുകളാകുമ്പോഴാണ് അത് സുവിശേഷമാകുന്നത്. അതുകൊണ്ടാണ് ഗുരുദേവൻ്റെ ഓരോ വാക്കുകളും സുവിശേഷമാകുന്നത്. നല്ല വിശേഷം. ഈ വിശേഷമാണ് നമ്മൾ കേൾക്കേണ്ടത്. ഈ വിശേഷത്തിലാണ് നമ്മൾ ആനന്ദിക്കേണ്ടത്. ആ ആനന്ദിക്കണമെങ്കിൽ ഗുരുവിൻ്റെ പാത പിന്തുടരണം എന്ന അർത്ഥത്തിലാണ് തിങ്കളും കൊന്നയും ചൂടും ഈശൻ പദപങ്കജം ചേർന്ന് നിന്നാടു പാമ്പേ. ഇപ്പോൾ എങ്ങനെയാണോ ഈശ്വരൻ സ്റ്റെപ്പ് വയ്ക്കുന്നത്,
നല്ല ഒരു നൃത്തം പഠിക്കുന്ന കുട്ടിക്ക് മാത്രമാണ് എങ്ങനെയാണ് ഒരു നൃത്താധ്യാപിക പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന സമയത്ത് നല്ലവണ്ണം നോക്കി മനസ്സിലാക്കി ആ ചുവടുകളെ മനോഹരമായി വിന്യസിക്കാൻ കഴിയുക. ജീവിതം എന്ന് പറയുന്നതും അവബോധത്തിൻ്റെ നൃത്തച്ചുവടുകൾ വെക്കുവാനുള്ളതാണ്. ഗുരു പറഞ്ഞു തരുന്ന അറിവിന് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ആ അറിവിനോടൊപ്പം നിന്ന് വളരെ ശ്രദ്ധയോടുകൂടി, വളരെ അച്ചടക്കത്തോടുകൂടി, വളരെ ധാർമ്മികമായിട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ അത് പങ്കജം ചേർന്ന് നിന്നൊരു ആട്ടമായി മാറും. നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിലും നമ്മുടെ ജീവിത വ്യാപാരത്തിലാണെങ്കിലും ഒക്കെ ഈ ഒരു ഒതുക്കം, ഈ ഒരു അടക്കം, അല്ലേ, ഒരു വസ്തുക്കളെ ക്രമീകരിച്ച് വെക്കുന്നത് പോലും അടക്കി പെറുക്കി വെക്കുകയാണെങ്കിലോ അതിനൊരു ക്രമമുണ്ട്. ആ വീട് കാണാൻ ഒരു ചന്തം ഉണ്ടാവും. ചില വീടുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വളരെ കൗതുകം തോന്നും. ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കേണ്ട പോലെ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു കുളിർമയാണ്. അതെന്താണ്? അത് ആ വീട്ടമ്മയുടെ അല്ലെങ്കിൽ ആ വീട്ടച്ഛൻ്റെ ഒരു ശ്രദ്ധയാണ്. എന്തും എവിടെ വെക്കണം, എങ്ങനെ വെക്കണം എന്നൊക്കെ ആ വീട്ടമ്മയും വീട്ടച്ഛനും ചേർന്ന് തീരുമാനിക്കുന്നതാണ്. അതൊരു സുഖമാണ്, അതൊരു ക്രമമാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളും, ജീവനുള്ളതായിക്കൊള്ളട്ടെ ജീവനില്ലാത്തതായിക്കൊള്ളട്ടെ, ചരമായിക്കൊള്ളട്ടെ അചരമായിക്കൊള്ളട്ടെ, സൗരയൂഥമായിക്കൊള്ളട്ടെ ഗാലക്സി ആയിക്കൊള്ളട്ടെ, നക്ഷത്രങ്ങളായിക്കൊള്ളട്ടെ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഏതുമായിക്കൊള്ളട്ടെ, അവരൊക്കെയും തന്നെ സർവേശ്വരൻ പടച്ചുവിട്ട ആ ധർമ്മത്തിൻ്റെ പാതയിൽ നിന്ന്, ആ അച്ചടക്കമാകുന്ന ധാർമ്മികതയിൽ നിന്ന്, ആ ക്രമത്തിൽ നിന്ന് അല്പം പോലും അവരുടെ പദത്തെ, അല്പം പോലും അവരുടെ ചുവടുകളെ മാറ്റിച്ചവിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നിൽക്കുന്നത്. വലിയ കുഴപ്പങ്ങളില്ലാതെ, വലിയ ഏനക്കേടുകളില്ലാതെ. മഴയ്ക്ക് അറിയാം എപ്പോൾ പെയ്യണമെന്ന്. നമ്മുടെ വീട്ടിലെ ചെടികൾക്കൊക്കെ നമ്മൾ വെള്ളം കൊടുക്കും. ഈ മേഖലയിൽ നിൽക്കുന്ന ചെടികൾക്കൊക്കെ ആര് വെള്ളം കൊടുക്കും? അത് ഈശ്വരൻ കൊടുക്കണം. അപ്പോൾ മഴ പെയ്യേണ്ടപ്പോൾ മഴ പെയ്യിക്കുകയും, ചൂട് തരേണ്ടപ്പോൾ ചൂട് തരികയും, കാറ്റ് വീശേണ്ടപ്പോൾ കാറ്റ് തരികയും, ശ്വസിക്കാൻ വായുവും കുടിക്കുവാൻ വെള്ളം തരുന്നതൊക്കെ ഈ പ്രപഞ്ച വ്യവസ്ഥയെ നിയമനം ചെയ്യുന്ന നിയാമകന് നല്ല ബോധ്യമുണ്ട്. ആ നിയാമനത്തെയാണ് ക്രമം എന്ന് പറയുന്നത്. ആ ക്രമത്തെയാണ്, ആ അച്ചടക്കത്തെയാണ് നമ്മൾ വേറൊരു വാക്കിൽ ധർമ്മം എന്ന് പറയുന്നത്. നാരായണ ഗുരുദേവനും ധർമ്മം എന്ന വാക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഗുരുദേവൻ ഗൃഹസ്ഥന്മാരെ കൂട്ടിയോജിപ്പിച്ച് സംഘടന ഉണ്ടാക്കിയപ്പോൾ ക്രമം വേണട്ടോ, അച്ചടക്കം വേണട്ടോ, ജീവിതത്തിന് ഒരു അടക്കവും ഒതുക്കവും വേണട്ടോ എന്ന് പറയാനാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന്. ആ ധർമ്മം കുറേ വാക്കുകളുടെ ഇടയ്ക്ക് ഒത്ത മധ്യത്തിലായിട്ട് തിരികെ വെച്ചത്. അതില്ലെങ്കിൽ പിന്നെ യോഗമാവില്ല. എന്താണ് സംഘടനയാകുന്നത്? സംഘടനയിൽ ധർമ്മമുണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് ഗുരു എന്ത് പറഞ്ഞു? ഏത് വിധേനയും ഏത് സാഹചര്യത്തിലും എന്തിനെ പരിപാലിക്കണം? ധർമ്മത്തെ പരിപാലിക്കണം. സന്യാസിമാരെ ചേർത്ത് പിടിച്ച് കൂട്ടായ്മ ഉണ്ടാക്കി സന്യാസിമാർക്ക് വേണ്ടുന്ന നിർദ്ദേശം കൊടുത്തപ്പോഴും അതിന് പേരിട്ടതും ശ്രീനാരായണ ധർമ്മസംഘം എന്നാണ്. സംഘം എന്ന് ഈ സംഘം ഉണ്ടാക്കിയത് ബുദ്ധനാണ്. സന്യാസിമാരുടെ സഭ ഉണ്ടാക്കിയത്. ആ ബുദ്ധമതത്തിൽ പറയുന്ന സംഘം ശരണം ഗച്ഛാമിയെ സംഘശബ്ദത്തെ എടുത്ത് ധർമ്മത്തോട് ചേർത്ത് വെച്ചു. കാരണം ഗുരുവിന് നിർബന്ധമുണ്ട്, സംഘമായിക്കൊള്ളട്ടെ സംഘടനയായിക്കൊള്ളട്ടെ ആരായാലും വേണ്ടില്ല, ഗൃഹസ്ഥനായാലും വേണ്ടില്ല, സന്യാസിയായാലും വേണ്ടില്ല, എന്ത് വേണം? അവിടെ ഒരു ധർമ്മം വേണം, ഒരു ക്രമം വേണം, ഒരു അച്ചടക്കം വേണം. ആ ധർമ്മം, ആ ക്രമം, ആ അച്ചടക്കം തനിയെ വരുന്നതല്ല. ആ അച്ചടക്കം വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കുന്നവർക്ക് വരുന്നതാണ്. വളരെ സൂക്ഷ്മമായിട്ട് ജീവിതത്തെ നിരീക്ഷിക്കുന്നവർക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഈ വളരെ പൊട്ടന്മാർക്കുള്ളതല്ല ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. അല്പമെങ്കിലും നമ്മൾ ഉള്ളുണർന്ന് കണ്ണുണർന്ന് നോക്കുന്നവർക്കാണ്.